ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ചില മാറ്റങ്ങൾ വരുത്തല്ലേ, അതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടോ. ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് എഴുതി വന്നതായിരുന്നു. വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കെട്ടിയവൻ തന്നെയാണ്. ഒരുപാട് വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള എന്നെ അതൊക്കെ മാറ്റി എന്താ പറയുക, എന്നെ ഇപ്പത്തെ ഞാനാക്കി മാറ്റിയത് വേണമെങ്കിൽ എൻ്റെ ഏട്ടനാന്ന് വേണമെങ്കിൽ പറയാൻ. അത്രയും ദേഷ്യവും വാശിയുള്ള ഒരാളായിരുന്നു. അത് വേറെ പുറമെയുള്ളവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന എൻ്റെ ഏട്ടൻ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം വന്ന് പ്രതിഫലിക്കുന്നത് ഏട്ടൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഞാനിന്ന് ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടൻ കാരണം തന്നെ കേട്ടോ. ഏട്ടൻ അടുത്തില്ല എന്നുണ്ടെങ്കിലും എനിക്ക് തന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാനിന്ന് ഈ വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മാസം 17-ാം തീയതി എടുത്ത വീഡിയോ കേട്ടോ. നമ്മളെ ഏട്ടനെ അന്ന് പോവുമായിരുന്നു, അന്ന് എടുത്ത വീഡിയോ ആണ്. പിന്നീട് എനിക്കിത് പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പല പ്രാവശ്യം ഞാൻ അതിന് മുതിർന്നെങ്കിലും എന്നെക്കൊണ്ടത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെന്തായാലും ചെയ്യാമെന്ന് കരുതി. എനിക്കെന്തോ വീഡിയോ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാതെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞങ്ങളെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആൾ കയറി നമുക്ക് ആൾ കൂടെ ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിലായിരുന്നു കുറച്ച് നാളുകൾ. പക്ഷെ പോവാന്ന് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. അതൊന്നും മുഖത്ത് കാണിക്കാതെ നമ്മൾ എന്നാൽ ഏട്ടന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആളും കൂടിയിട്ടോ. അപ്പോൾ ആൾ ബീഫൊക്കെ വാങ്ങി തന്ന് കഴുകി അതൊക്കെ ഇനി വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കി തന്നു. ആളും എൻ്റെ കൂടെ തന്നെ കൂടിയിട്ടോ. പക്ഷേ ആ ദിവസം മാക്സിമം എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ടോ ഞാൻ നോക്കിയത്. ഞാൻ നല്ല ഒട്ടുമിക്ക പ്രവാസിയുള്ള ഭാര്യമാരും ആ ദിവസം ആളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കാൻ ഒരുപാട് നോക്കും. കാരണം എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പുറമേക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിഷമിച്ചത് ഇപ്പോൾ ഏട്ടനും കൂടെ വിഷമിച്ചാലോ എന്ന് എഴുതിയിട്ട് ഞാനത് പുറമേക്ക് കാണിച്ചില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് ചേച്ചീൻ്റെ അടുത്തൊന്ന് പോയിട്ടോ. അതായത് ചേച്ചി അതിന് പിന്നെ 2 ദിവസം വീണ് നല്ല പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാല് ചെറുതായിട്ട് മുറിഞ്ഞതായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ അടുത്തൊക്കെ പോയി മക്കളെയും കൂട്ടിക്കൊണ്ട് പോന്നു. പിന്നെ നമ്മൾ ബീഫും അവിയലും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത്. ബീഫ് പറയാൻ വയ്യട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് വെച്ചതിൻ്റെ ആ ടേസ്റ്റും പിന്നെ വാങ്ങിയ ഇറച്ചി നല്ലതായതുകൊണ്ടൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലായിട്ട് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. ഒരു 3/4 വേവാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് വെളുത്തുള്ളി ഇഞ്ചി അത്യാവശ്യം നല്ലോണം കൂടുതലിട്ടിട്ട് അതിലേക്ക് ചെറിയുള്ളിയും വെല്ലുള്ളിയും കൂടെ ഇട്ട് വഴറ്റിയെടുത്ത് തേങ്ങാക്കൊത്തിടാൻ മറന്നു കിട്ടും. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ടോ കൊണ്ടിട്ടത്. പിന്നെ നമ്മൾ മുളക് മല്ലി ബീഫ് മസാലയൊക്കെ ഇട്ട് നന്നാക്കി വഴറ്റി അങ്ങോട്ട് എടുത്ത് അത് സെറ്റാക്കി വെച്ചിട്ടു. അപ്പോൾ അതാ ഞാൻ ഇന്നലെ പായസം ഉണ്ടാക്കിയത് അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ബാക്കി വന്നത്. മക്കൾക്ക് കൊടുത്ത് അവിടെ ബാക്കി അവർ വെച്ചതെടുത്ത് ഇങ്ങനെ കുടിക്കാട്ടോ. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ മുതൽ. അപ്പോൾ അമ്മ ബാക്കി വന്ന അവിടെ വന്ന പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് കയറ്റുകയാണ്. ഞാൻ അവിയലിൻ്റെ പരിപാടി ഇങ്ങനെ നടത്തട്ടോ. ഞാൻ കുക്കറിലാണ് വെച്ചത്, നമ്മൾ പുതിയ കുക്കറാണ്. അപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ല, എന്നാലും എന്തോ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ മാങ്ങാ ചമ്മന്തിയും അവിയലും ബീഫും പയറ് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി ഏട്ടനുള്ളതൊക്കെ സെറ്റാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു വിശേഷം, നമ്മൾ ആദിക്കുട്ടൻ്റെ പല്ലിളകി നിൽക്കുക കേട്ടോ. അപ്പോൾ ചേച്ചിയമ്മ ആദിക്കുട്ടൻ്റെ പല്ല് പറിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ബഹളമാണ് ഇവിടെ. അപ്പോൾ അതാ നമ്മൾ ഇച്ചാപ്പി വെറുതെ ഇരിക്കും. ഞാൻ പിടിച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവൻ തലയും പിടിച്ച് കൊടുക്കുന്നുണ്ട്. പല്ല് ചിളകി അങ്ങേ തലക്കെത്തിയിട്ടു. അവളൊന്ന് തൊട്ടപ്പേക്കും പല്ലിട്ടിട്ടു. 2 പല്ല് അടുപ്പിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ നല്ല സുഖമായിരുന്നു. അതിൻ്റെ ആ ഒരു ഇതിൽ കളിയും ചിരിയും ഒക്കെ കൂടെതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഇച്ചാപ്പിക്കൂട്ടനും പല്ലിളക്കി കൊണ്ടിരിക്കുക. എൻ്റെ പല്ലിളകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറം നിൽക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ആദ്യമായിട്ട് കാണില്ല ഇതൊക്കെ. അതിൻ്റെ ആ ഒരു ഇതിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ആ സമയത്ത് കറണ്ടും പോയി ഭയങ്കര ചൂടുമായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ഞാനും ഏട്ടനും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആളിതാ പോവല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളെ വാഴയ്ക്കും കപ്പയ്ക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ആളന്നത്തെ ദിവസം ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാനത് കാണിക്കാൻ. പിന്നെ ഇതാ പൊതിയൊക്കെ കെട്ടിക്കൊടുത്തു. പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു പൊതിയൊക്കെ കെട്ടിക്കൊടുത്തു. കെട്ടുമ്പോഴും എൻ്റെ മുഖത്തൊരു കൊട്ട ഇരിക്കുന്നുണ്ട്. വിഷമം കൊണ്ടാട്ടോ, വേറെ ഒന്നല്ല, പുറത്തേക്ക് കാണിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇതാ
ഞാൻ ഏട്ടന് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാമെന്ന് എഴുതി എടുത്ത് വെച്ച ഷർട്ടും പാൻറ്റും കേട്ടോ. അതെന്തായാലും ആൾ ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ.